ഹലോ. അപ്പോൾ ഇതേപോലത്തെ പഴയ ജീൻസിൻ്റെ ക്ലോത്തുകൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ? ഇതെൻ്റെ മോൻ്റെ പഴയ നിക്കറുകളാണ് കേട്ടോ. പാകമാവാത്തതും കീറിയതും ഒക്കെയാണ്. അപ്പോൾ ഇതുപോലത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതെ, ഇതേപോലത്തെ പേഴ്സ് ഉണ്ടോ വീട്ടിൽ? നമ്മൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണേ. അപ്പോൾ ഇതിങ്ങനെ ലേബൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലായിരിക്കും. അപ്പോൾ അതിനും നമുക്കൊരു സ്റ്റൈലിഷ് ലുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജീൻസിൻ്റെ ക്ലോത്താണ് ഒന്ന് എടുത്തിട്ടുള്ളത്. നല്ല പീസ് നോക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പേഴ്സിന് മുകളിലേക്ക് ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫെവിക്കോളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊരു ചുളുക്കമൊന്നും വരാതെ നല്ല ടൈറ്റിന് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. കാരണം ചുളുക്കം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി തന്നെ പോകും കേട്ടോ. അതുകൊണ്ടാണേ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് അതേ അളവിൽ നമ്മൾ ജീൻസിൻ്റെ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ആ ബട്ടൺസിൻ്റെ ഭാഗമില്ലേ, അവിടേക്ക് നമ്മളൊരു ചെറിയ ഹോളും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സ്റ്റൈലായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ടൈറ്റിന് അടിപൊളിയായിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു വൈറ്റ് ലേസാണ് ഇതേപോലെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് എന്ത് വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റും ഈ ജീൻസിൻ്റെ ക്ലോത്തും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതാണ് എടുത്തിട്ടുള്ളത്. ഈ റേന്തയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് ഫിക്സ് ചെയ്താൽ മാത്രമേ, നല്ല പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല സമയമെടുത്ത് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് ഞാൻ 2 പേഴ്സും ഒരു സ്റ്റോണും എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജീൻസിൻ്റെ ക്ലോത്തൊക്കെ വെറുതെ പാഴാക്കി കളയാണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന പേഴ്സും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഞാനൊരു വേറൊരു ഫോൺ കേസും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ പഴയ ഒരു റെക്സിൻ്റെ ഫോൺ കവറായിരുന്നേ. വളരെ വളരെ പഴയതായിരുന്നു. ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കീറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഇതൊന്ന് മേക്ക് ഓവർ ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഷോർട്സ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് ഈ ജീൻസിൻ്റെ ക്ലോത്ത് തന്നെ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഭംഗിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ വലിയൊരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഉള്ളിലായിട്ട് മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ആ ക്യാമറയുടെ പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ നിക്കറിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെറിയ പോക്കറ്റ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും തിങ്സ് ഉണ്ടെങ്കിൽ ഇട്ട് വെക്കാമല്ലോ. പിന്നീട് ഒരു ഫോൺ കേസിൽ നിന്ന് ആ ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ വൈറ്റ് റേന്തയൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ലുക്കിലുള്ളൊരു ഫോൺ കവർ നമുക്ക് കിട്ടുന്നതാണേ. എന്നിട്ട് ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജീൻസിൻ്റെ ക്ലോത്ത് തന്നെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബട്ടൺസ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കണക്ട് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു ഫോൺ കേസും കൂടി നമുക്ക് റെഡി ആവുന്നതാണ് കേട്ടോ. ആ പഴയ ഫോൺ കവറിനെ ഇത്ര സൂപ്പറായിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ചെറിയ സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടില്ലേ? ഇനി അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു വാലറ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറിയിലെ പേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ജീൻസിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണെന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ജീൻസിൻ്റെ ക്ലോത്ത് തന്നെ ഞാൻ സ്ക്വയർ ഷേപ്പിൽ കുറേ അധികം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അരികിലായിട്ട് ഇതേപോലെ കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് ആ പേഴ്സിലേക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 ഷെയ്ഡ് ജീൻസിൻ്റെ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മൊത്തം നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലായിട്ട് ജീൻസിൻ്റെ ക്ലോത്ത് മുൻപ് ചെയ്തതുപോലെ തന്നെ വൃത്തിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് ജീൻസിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അരികെ ഇങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്തതിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു വൈറ്റ് പോം വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു ലുക്കില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. 3 ടൈപ്പ് ജീൻസിൻ്റെ ക്ലോത്ത് വെച്ചിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.